നിങ്ങളേവരെയും ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഓൺ ബിഹാഫ് ഓഫ് ഇൻഡസ് വിവ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. റൈറ്റ്. സോ പുതിയൊരു പ്രൊഡക്റ്റ് ഐകെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തു. നമുക്കറിയാം അത് സ്പെഷ്യലി ഫോർ വിമൻ, അല്ലെ, സ്ത്രീകൾ, ഫീമെയിൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സോ വൈ സച്ച് എ പ്രോഡക്റ്റ്? എന്തിന് അങ്ങനെ ഒരു പ്രോഡക്റ്റ്? റൈറ്റ്. സോ ലെറ്റ്സ് സീ. നമ്മള് നോർമലി നമ്മള് സ്ത്രീകളെ നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട് ഫീമെയിൽ എന്നാണ്, അല്ലെ? റൈറ്റ്. ആർക്കെങ്കിലും ഫീമെയിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്. കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം. Fe എന്ന് പറയുന്നത്, ഫെറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അയൺ. റൈറ്റ്. സോ റിയലി ഫീമെയിൽ മീൻസ് ഇറ്റ്സ് അയൺ മാൻ. ഫീമെയിൽ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് അയൺ മാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുരുഷന്റെ കരുത്താണ് ആ സ്ത്രീക്കുള്ളത്. ദാറ്റ് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ഫീമെയിൽ. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഐകെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടു മേക്ക് the women category, the female category stronger than ever before. Right. So അവരെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ള ഒരു പർപ്പസോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് വി നോ വിമൻ എ വേഴ്സറ്റൈൽ ക്യാരക്ടർ ആണ് വുമൺ എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് റോളുകളാണ് ജീവിതത്തിൽ അവർ ഏറ്റെടുക്കുന്നുണ്ടാവുക. റൈറ്റ്. ഒരു മകളുടെ റോൾ ഉണ്ടാവും, ഒരു സിസ്റ്ററുടെ റോൾ ഉണ്ടാവും, ഓഫ് കോഴ്സ് ഒരു അമ്മയുടെ റോൾ ഉണ്ടാവും, ഒരു ഭാര്യയുടെ റോൾ ഉണ്ടാവും, ഒപ്പം ഏറ്റവും നല്ലൊരു സുഹൃത്ത്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റോളുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ഒരു വേഴ്സറ്റൈൽ ക്യാരക്ടർ ഉള്ള വ്യക്തികളാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾ. റൈറ്റ്. വി ഷുഡ് റെസ്പെക്ട് ദം. ബിക്കോസ് പലപ്പോഴും എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്, എന്റെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, മൾട്ടി ടാസ്കിങ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ദൈവത്തിന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. സോ വി ഷുഡ് ഓൾവേസ് റെസ്പെക്ട് വിമൻ. റൈറ്റ്. സോ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ദേ ആർ ലിവിങ് ഫോർ ദ ഫാമിലി. ശരിയാണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിന് പ്രയോറിറ്റി കൊടുക്കാതെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യത്തിനും അവരുടെ കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജീവിതം സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഏത് റോളിലും ആയിക്കോട്ടെ. എസ്പെഷ്യലി ഒരു മദർ എന്ന് പറഞ്ഞ റോൾ എടുത്താൽ പോലും, ഒരു വൈഫ് എന്ന് പറയുന്ന റോൾ എടുത്താൽ പോലും, ശരിയല്ലേ? ഒരു വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നത് ഒരു സ്ത്രീ ആയിരിക്കും, ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും. ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ആ സ്ത്രീ ആയിരിക്കും. ഇതിനിടയ്ക്കുള്ള ഒരു ടൈം പീരീഡിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന, ഏറ്റവും കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു കാറ്റഗറി ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്, എസ്പെഷ്യലി വീട്ടിൽ. പക്ഷേ പലപ്പോഴും ആലോചിച്ച് നോക്കുക, നമ്മൾ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചോ അവരുടെ സാക്രിഫൈസിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. കുടുംബത്തിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആണ് സ്ത്രീകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ പലപ്പോഴും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റാറില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ അനുഭവം ഉണ്ടായിരിക്കും, അല്ലെ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നി അതുപോലെ ലിവർ ഇതുപോലെയാണ് സ്ത്രീകൾ. എന്താണ് പ്രത്യേകത? ഈ കിഡ്നി ലിവറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ രണ്ട് ഓർഗൻസിനും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ഇനീഷ്യലി ശരീരത്തിൽ നമുക്ക് ഒന്നും അറിയാൻ കഴിയില്ല. ഏകദേശം ഒരു 70-75% ഡാമേജ് വന്നു കഴിഞ്ഞാലാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിംറ്റം ആയിട്ട് പോലും നമുക്ക് അനുഭവപ്പെടുക. എന്നതുപോലെയാണ് വീട്ടിലുള്ള സ്ത്രീകൾ. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ കുടുംബത്തിലുള്ളവരോട് പറയില്ല, സഹിക്കും. പക്ഷെ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരത് വീട്ടിലുള്ളവരോട് പറയുക. റൈറ്റ്. നമ്മള് സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യ ആരാണോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന ആ ക്യാരക്ടർ ആരാണോ, അവര് കിടപ്പിലായാൽ വീടിന്റെ അവസ്ഥ എന്താണ്? സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് വിമൻ ഹെൽത്ത് എന്ന് പറയുന്നത്.
റൈറ്റ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവരെ സംബന്ധിച്ചുള്ള ഉണ്ടാവാറുണ്ട്. റൈറ്റ്. പലതരത്തിലുള്ള സ്ട്രെസ് അവരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം, എല്ല് പൊള്ളയായി പോകുന്ന അവസ്ഥ. റൈറ്റ്. അത്തരം പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. ഹോർമോണൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പലപ്പോഴും പെയിൻഫുൾ ആയിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ്. ഡയബറ്റീസ്, അതുപോലെ PCOD എന്ന് പറയുന്ന ഓവറിയിലുള്ള ഒരു സിസ്റ്റം, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. മെൻസ്ട്രുവൽ ആയിട്ടുള്ള ഇറഗുലറിറ്റീസ് അവർക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഹൈപ്പോതൈറോയിഡിസം ആയിക്കോട്ടെ, ഈവൻ പല ലേഡീസും ഇന്ന് വളരെയധികം ഡിപ്രസ്ഡ് ആണ്. കുടുംബത്തിൽ അത്രമാത്രം കെയർ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ, മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടുള്ള ഡിപ്രഷൻ, ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ തുടങ്ങി ലേഡീസിനെ സംബന്ധിച്ചാൽ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അതിന്റെ ലിസ്റ്റ് നമുക്ക് ഒരുപാട് എഴുതാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും തന്നെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ച്, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അത്രമാത്രം ബോധേഡ് അല്ല. അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ബട്ട് വി ഷുഡ് ബി വെരി മച്ച് കെയർഫുൾ. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അത് സെൽഫായിട്ടും നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. റൈറ്റ്. സോ ഇവിടെയാണ് ഒരു കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ഫോർ ഓവറോൾ വിമൺ ഹെൽത്ത് എന്ന രീതിയിൽ ഇൻഡസ് വിവ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഐ കെയർ എന്ന് പറയുന്ന വെരി വെരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇറ്റ്സ് പ്യൂർലി ബാക്ക്ഡ് ബൈ ആയുർവേദ ആൻഡ് ഡെവലപ്ഡ് ബൈ മോഡേൺ സയൻസ്. റൈറ്റ്. വളരെയധികം ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷം കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റൈറ്റ്. സോ എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിക്കലി 4 ഇൻഗ്രീഡിയൻസ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലുള്ളത്. ഒന്ന് കുർക്കുമിൻ, അത് മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന മോളിക്യൂൾ ആണ് കുർക്കുമിൻ. റൈറ്റ്. അതുപോലെ ബോസ്വേലിയ എന്ന് പറയുന്ന ചെടി, മറ്റതിൽ പറയുന്നതിന് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുന്തിരിക്കം എന്ന് പറയുന്നതും ബോസ്വേലിയ ആണ്. റൈറ്റ്. സോ അങ്ങനെയുള്ള പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. അതിൽ നിന്നെടുക്കുന്ന മോളിക്യൂൾ, അതുപോലെ എസ്പെറാഗസ്, ശതാവരി എന്ന് പറയുന്ന ആ ചെടിയുടെ അതിൽ നിന്ന് കിഴങ്ങിൽ, അതിന്റെ ചെടിയിൽ നിന്നെടുക്കുന്ന മോളിക്യൂൾസ് ഇതിനകത്തുണ്ട്. വലേറിയൻ റൂട്ട്സ് അല്ലെങ്കിൽ ജഡാമഞ്ചി എന്ന് പറയുന്ന ഒരു ചെടി, അതിന്റെ റൂട്ടിൽ നിന്നെടുക്കുന്ന മോളിക്യൂൾസ്. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ട് ഐ കെയറിലെ കോമ്പണൻസ് എന്ന് പറയുന്നത്. റൈറ്റ്. മഞ്ഞളിലെ കുർക്കുമിൻ, ഇറ്റ്സ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മോളിക്യൂൾ ആണ്. മാത്രമല്ല ഹൈലി ആന്റി ക്യാൻസറസ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുർക്കുമിന്. അതുപോലെ ബൊസ്വേലിയ ചെടിയിൽ നിന്നുള്ള അതിന്റെ മോളിക്യൂൾ, ഇറ്റ്സ് എൻ ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണ്. ശതാവരി ചെടിയിൽ നിന്നുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസ് ഇസ് വെൽ നോൺ ഫോർ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കറക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അസ്പെറാഗസ് ഒരുപാട് വർഷങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. റൈറ്റ്. അതുപോലെ തന്നെ വലേറിയൻ റൂട്ട്സ്, അത് മെന്റൽ ഹെൽത്ത്, ഡിപ്രഷനെ കുറയ്ക്കാനായിട്ടും മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഓവറോൾ ഹെൽത്ത് ഫോർ വിമൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ വലേറിയൻ റൂട്ട്സിലുള്ളത്, അതിന്റെ വേരിൽ നിന്ന് എടുക്കുന്ന മോളിക്യൂൾസ്. സോ ഡെഫിനറ്റ്ലി ദിസ് കോമ്പിനേഷൻ, ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടീവ് ആണ്. അലോങ് വിത്ത് ദാറ്റ് ഇതില് കാൽഷ്യം റിച്ച് ആണ്, അതുപോലെ അയൺ റിച്ച് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റൈറ്റ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് 100% നാച്ചുറൽ ആണ് എന്ന് മാത്രമല്ല, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ 1 ലിറ്റർ ബോട്ടിൽ. അത് 30 മില്ലി രാവിലെയും 30 മില്ലി രാത്രിയും, അതുപോലെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ഉപയോഗിക്കുക. എക്സാക്ട്ലി ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഐപ്പൾസ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഐ കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഉപയോഗിക്കേണ്ടത്. 30 മില്ലി രാവിലെയും 30 മില്ലി രാത്രിയും, അതുപോലെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ഉപയോഗിക്കുക. ആൻഡ് പ്രോഡക്റ്റിന്റെ പ്രൈസിങ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. MRP we can get it in TP price. സോ ഈ ഒരു പ്രോഡക്റ്റ് ഇറ്റ്സ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ 35 വയസ്സിൽ പ്രായം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35+ വയസ്സാകുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനപ്പോസ് സ്റ്റേജിലേക്ക് എത്തുന്നു. ആർത്തവ വിരാമം തുടങ്ങുന്ന ഒരു ഏജ് ആണ് ഏകദേശം. റൈറ്റ്. സോ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ
അവരുടെ ശരീരത്തിൽ, സ്ത്രീകളുടെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ കുറഞ്ഞു തുടങ്ങും. സ്ത്രീ ഹോർമോൺ എന്ന് പറയുന്നത് കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർട്ട് ഫ്ലഷ് എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ശരീരത്തിലുണ്ടാവും. ചൂട് കൂടും, ഇറിറ്റേഷൻ കൂടും, അസ്വസ്ഥതകൾ കൂടും, പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് കാൽഷ്യം എല്ലുകളിൽ നിന്നും ലൂസായി പോകാൻ തുടങ്ങും. കാരണം എല്ലുകളിൽ കാൽഷ്യത്തെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു സപ്പോർട്ടിങ് എലമെന്റ് കൂടിയാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്, സ്ത്രീ ഹോർമോൺ. അത് കുറയുമ്പം സ്വാഭാവികമായിട്ടും കാൽഷ്യം എല്ലുകളിൽ നിന്ന് ഫ്രീ ആകുന്നുണ്ടാവും. സോ എല്ലുകളുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 35 വയസ്സ് കഴിഞ്ഞാൽ, 40 വയസ്സ് ആ റേഞ്ചിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ സ്ത്രീകളുടെ കാലിൻ്റെ ഒക്കെ ഒരു വളവ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ഓസ്റ്റിയോപോറോസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകും, എല്ല് പൊള്ളയായി പോകും, പെട്ടെന്ന് പൊട്ടിപ്പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക, കയ്യോ കാലിലോ ആണ് എല്ല് പൊട്ടുന്നതെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റിക്കവർ. പക്ഷേ ഹിപ്പിലൊക്കെ ആണെങ്കിലും ഒന്നാലോചിച്ച് നോക്കുക, കിടപ്പിലായി പോകും. ശരിയല്ലേ? സോ വീട്ടിലുള്ള അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് കിടപ്പിലായി പോയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. സോ അവരെ സംബന്ധിച്ചിടത്തോളം, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ബോൺ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒപ്പം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. സോ അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ടും അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. So, my dear friends, ipo I'm just going to play a video, and this product, eye care, is dedicated to all the women. ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതടക്കം എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡസ് വിവ, ഓൺ ബിഹാഫ് ഓഫ് ഇൻഡസ് വിവ, we respect all ladies. Just watch the video. In my clinic, several women patients about 35 years of age complain of menstrual irregularities. 80% of Indian women live without realizing their impaired hormonal issues, where they require compulsory health assistance. Mainly hypothyroidism, polycystic ovarian disease, diabetes, stress, depression, obesity, hypertension are the commonly diagnosed hormonal disorders seen in women with improper treatment. 68% of women population over 35 years suffer with joint pains. Depressive stress disorders account for close to 40% of the disability among women as compared to 30% among men. Due to stressful sedentary lifestyle and improper eating habits, many women are prone for hormonal imbalance, nutritional deficiencies, and depression, anxiety disorders, leading to vicious cycle of multiple diseases like diabetes, hypertension, obesity, and osteoporosis. These are basically lifestyle disorders and require some lifestyle modification, which include more physical activity, diet which are rich in proteins, iron, calcium, and good sleep. WHO says a healthy diet helps to protect against non-communicable diseases including diabetes, heart disease, stroke, and cancer. Women have to handle multiple roles and responsibilities in their life as mother, wife, working woman. Hence, she has special nutrient needs during each stage of her life, which necessitates her for health supplements. Eye Care from Indus Viva is a wellness product which provides comprehensive support for overall women's health. Eye Care is a unique natural formulation derived from the basics of Ayurveda, which contains curcumin, boswellia, asparagus, and valerian roots. Curcumin has antioxidant and immune booster properties. Boswellia has anti-inflammatory properties. Asparagus extracts helps manage menstrual irregularities and also supports hormonal health. Valerian root supports stress and balances mental health and wellness in women. Eye Care is 100% natural product and can be safely consumed by women about 35 years.